കത്തോലിക്ക സഭയുടെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശീലിപ്പിച്ച വലിയ ഇടയനാണിപ്പോൾ ഓർമ്മയായിരിക്കുന്നത്. സജോ ദേവസി കൂടി കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ മാർപ്പാപ്പ പലതരത്തിലും വ്യത്യസ്തനായിരുന്നു. ഒരു നവീകരണത്തിൻ്റെ പാത വെട്ടിത്തുറന്ന ഇടയൻ എന്ന രൂപത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്. പലപ്പോഴും സഭയുടെ നെറ്റി ചുളിപ്പിക്കുന്ന രീതിയിലെങ്കിലും ചില ഘട്ടങ്ങളിലെങ്കിലും മാർപ്പാപ്പ ചില വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഒരു വിപ്ലവകാരി എന്ന രൂപത്തിൽ കൂടി അദ്ദേഹത്തെ വിലയിരുത്താൻ കൂടി പ്രേരിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സഭ ഇപ്പോൾ അനുശോചിക്കുകയാണോ? ഇപ്പോൾ മാർപ്പാപ്പയുടെ വിയോഗത്തിൽ സഭാ നേതൃത്വങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനാ ചടങ്ങുകളും അനുസ്മരണങ്ങളുമൊക്കെ? സ്മൃതി, ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് വിടവാങ്ങുന്നത്. കത്തോലിക്ക സഭയിലെ യാഥാസ്ഥിതിക വിഭാഗത്തെ പലപ്പോഴും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്, അമ്പരപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. അങ്ങനെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ പുതിയൊരു നവീകരണ വഴി അല്ലെങ്കിൽ വഴിമാറി നടത്തത്തിന്റെ ഒക്കെ ഒരു തുടക്കം യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളിലടക്കം അദ്ദേഹം പിന്നീട് സ്വീകരിച്ച നിലപാട്, ഉദാഹരണത്തിന് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അടക്കം ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ വിപ്ലവകരമായ പല നിലപാടുകളും സ്വീകരിച്ച സഭയുടെ വലിയ ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതുകൂടി കാണണം. അദ്ദേഹത്തിന്റെ വരവ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്തെത്തുന്ന വ്യക്തി എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം ജെസ്യൂട്ട് സഭയിൽ നിന്ന്, അഥവാ ഈശോ സഭയിൽ നിന്ന് ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്തെത്തുന്ന വ്യക്തി എന്ന നിലയ്ക്കുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ പല പ്രത്യേകതകളും അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ട്. പൊതുവിൽ യൂറോപ്പിൽ നിന്ന്, ഇറ്റലിയിൽ നിന്നൊക്കെയുള്ള കർദിനാൾമാർ സഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അതിനുശേഷം ബെനഡിക്ട് 16 മാർപ്പാപ്പ അപ്രതീക്ഷിതമായി പദവി ഒഴിഞ്ഞ ഘട്ടത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് സഭയ്ക്കൊരു അധ്യക്ഷൻ ഉണ്ടായിരുന്നത്. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം പേര് സ്വീകരിച്ചതിൽ തന്നെ പ്രത്യേകതയുണ്ട്. ഫ്രാൻസിസ് എന്ന പേര്, അതായത് ആ വിശുദ്ധന്റെ പേര് അദ്ദേഹം സ്വീകരിക്കുന്നു. അതിന് മുന്നിലോ പിന്നിലോ മറ്റ് പദവികളൊന്നും ഉണ്ടായിരുന്നില്ല.